അടുത്ത വൈറലാവാൻ പോകുന്ന മാജിക് ഷെൽസ് ആണ് ഗൈസ് എൻ്റെ കയ്യിലുള്ളത്. 3 കളർ മാജിക് ഷെൽസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഈ മാജിക് ഷെൽസ് ആദ്യം തന്നെ നമ്മൾ ഓപ്പൺ ആക്കി നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ പ്രത്യേകതയും പറഞ്ഞുതരാം. ഈ ഒരു മാജിക് ഷെല്ലിൽ ഒരുപാട് മിസ്റ്ററീസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു മാജിക് ഷെല്ലിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്കിത് വാങ്ങിക്കുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇനി ഈ ഒരു മാജിക് ഷെല്ല് നമുക്ക് വെറുതെ ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റൂല. ഈ ഒരു മാജിക് ഷെല്ല് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷെല്ലിനെ വെള്ളത്തിലേക്ക് ഇടണം. ഈ ഒരു മാജിക് ഷെല്ലിനെ നമ്മൾ നല്ലോണം വെള്ളത്തിലേക്ക് മുക്കിത ഇതുപോലെ വെക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു മാജിക് ഷെല്ല് ഓപ്പൺ ആവുള്ളൂ. ഓക്കെ ഗൈസ്, ഞാനിത് വെള്ളത്തിലിട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായിട്ടുണ്ട് ഗൈസ്. ഇതുവരെ ഈ സാധനം ഓപ്പൺ ആയിട്ടില്ല. ഇനി എപ്പോൾ ഓപ്പൺ ആവും? ഹലോ, ഞാൻ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും ഈ ഷെല്ലൊന്നും ഓപ്പൺ ആയില്ല ഗൈസ്. ഫൈനലി നമ്മുടെ മജീഷ്യൻ കം റിയൽ എസ്റ്റേറ്റ് ഏജന്റ് നിബ്രാസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഷെൽസ് എല്ലാം ഓപ്പൺ ആയി. കണ്ടോ സംഭവം? എന്താണിത്? ഇത് മാജിക് ഷെല്ലാണ്. മാജിക് ഷെല്ല്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഇത് ഓപ്പൺ ആക്കി നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതെ അതെ, ഇതാണ് ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. ഇറ്റ്സ് എ ബ്രേസ്ലെറ്റ്, പിങ്ക് ബ്രേസ്ലെറ്റ്. ഈ ഷെല്ലിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഈ ഒരു കുഞ്ഞു ബ്രേസ്ലെറ്റ് ആണ്. മറ്റേ ഷെൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി തനിയെ തുറന്നതാ. 2 പിങ്കും 1 വയലറ്റും. ബ്രേസ്ലെറ്റ് ഓൾറെഡി ഷെല്ലിൽ നിന്ന് പുറത്ത് വന്ന് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കായിരുന്നു ഗൈസ്. ഒരു ഡാർക്ക് പിങ്ക്, ഒരു വയലറ്റ്, പിന്നെ ഒരു ലൈറ്റ് പിങ്ക്. അങ്ങനെ 3 ബ്രേസ്ലെറ്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിബ്രാസിന് ഇതിനകത്ത് ഏതാ വേണ്ടത്? ഇതില് എന്റെ പെങ്ങളെ മകളുടെ ഫേവറേറ്റ് കളറാണ്. അപ്പൊ വയലറ്റ് നമ്മൾക്ക് നിബ്രാസിന് കൊടുക്കാം. ഓക്കെ, ബാക്കി ഈ 2 നമ്മള് ഗിവ് അവേ.